അത് വർഗത്തെ വഞ്ചിച്ചത് അത് ഗോവിന്ദൻ മാഷാണ്. അതെന്താണെന്ന് വിചാരിച്ചാൽ തൻ്റെ ഭാര്യയെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ബൂത്ത് കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളിൽ മുഴുവൻ എതിർപ്പുണ്ടായിട്ടും തൻ്റെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് അടിച്ചേൽപ്പിച്ചത് എന്ത് നിലപാടാണെന്നുള്ളത് എനിക്കറിയാം. അതാണോ വർഗവഞ്ചന? വർഗത്തെ വഞ്ചിക്കാൻ തൊഴിലാളി വർഗത്തിന് പിന്നെ ജനകീയനായത്വത്തിന് ഈ ടീച്ചർ ജയിച്ചാലേ നടക്കുമെന്നാണോ മാഷ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷെ സാധാരണ അണികളും അപ്പോഴും നിങ്ങളെടുത്തിട്ടുള്ള ഈ നിലപാടിനോട് അങ്ങേറ്റം പ്രതിഷേധമുള്ളവരാണ് എന്ന് നിങ്ങൾ കണ്ടോളണം. കാരണം അങ്ങനെ വർഗവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുമായിട്ട് കൂടിയെന്നാണല്ലോ വർഗവഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിനർത്ഥം. ആദ്യം അത് ആരാ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ പാർട്ടി ആദ്യം ഉണ്ടെങ്കിൽ യു പി എ സമ്പ്രദായം കൊണ്ടുവന്നതിന് നേതൃത്വം കൊടുത്തത് ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മഹാനായ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആ ഭരണം നിയന്ത്രിച്ചത് സുർജിത്തായിരുന്നു. അപ്പോൾ അന്ന് UPA-യിൽ CPM ഉണ്ട്. പിന്നീട് ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി ചേർന്നിരിക്കുന്ന സ്ഥാനത്ത് അടുത്ത് പോയിട്ടില്ലേ MA ബേബിയും പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് പിന്നെ വർഗവഞ്ചന? ഇന്ന് 4 MP-മാർ ഇന്ന് പാർലമെൻറ്റിലുണ്ട് CPM-ന്. അതിൽ ഒരു MP മാത്രമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ കോൺഗ്രസിൻ്റെ എതിർപ്പോടുകൂടി ജയിച്ച ഒരു MP മാത്രമുള്ളത്, രാധാകൃഷ്ണൻ. ബാക്കി 3 MP-മാരുണ്ടല്ലോ. 2 തമിഴ്നാട്ടിൽ നിന്നാണ്, ഒരാൾ രാജസ്ഥാനിൽ നിന്നാണ്. ഇതെല്ലാം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചവരല്ലേ. പിന്നെ എന്ത് വർഗവഞ്ചന ഞാൻ കാണിച്ചത്? ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്. ഞാൻ ഉയർത്തുന്ന ആശയത്തിനെതിരെ ജനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാനത് കൊണ്ടുപോയിട്ട് കൊട്ടിക്കൊഴിച്ച് പ്രസംഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അപ്പോൾ ജനങ്ങളുടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഈ പറയുന്ന അനീതിക്കെതിരായിട്ട് അനീതിയെ ചോദ്യം ചെയ്യണം. അതിനവരെന്നോടൊപ്പം ഉണ്ട്. അതിന് ഞാനിങ്ങനെ വലിയ പ്രചരണം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന ശ്യാമള ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അവിടെ 24 മണിക്കൂറും ഉള്ളത്. പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. ജയരാജനും അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവിടെ കഴിഞ്ഞ എല്ലാ ഇലക്ഷനിലും ചുമതലയെടുത്ത് പ്രവർത്തിച്ച ഞാൻ ഒരാളാണ്. അവിടുത്തെ പാർട്ടിയെ നയിച്ചത് ഞാൻ ഒരാളാണ്. ഇപ്പോഴത്തെ പ്രഗത്ഭ ശക്തികൾ വേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് അവർ ആലോചിക്കട്ടെ. നമസ്കാരം. CPM-ന്റെ ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാഷെ, CPM-ന്റെ മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ പിണറായി വിജയൻ സഖാവെ, മലപ്പട്ടത്ത് TK ഗോവിന്ദൻ പാർട്ടിയോട് വർഗവഞ്ചന കാണിച്ചു എന്ന് നിങ്ങളെല്ലാവരും പറയുമ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരിക്കുന്ന MA ബേബി എന്താണ് ചെയ്യുന്നത്? രാജസ്ഥാനിലും തമിഴ്നാട്ടിലും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി രാജ്യസഭയിൽ MP-മാരെ സൃഷ്ടിക്കുമ്പോൾ അവരൊരുമിച്ച് ഇന്ത്യ മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് മലപ്പട്ടത്ത് TK ഗോവിന്ദൻ CPM-ന്റെ വർഗവഞ്ചകനായി മാറുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും MB ഗോവിന്ദനും വ്യക്തമാക്കണം എന്നാണ് TK ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചത്. തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ CPM-ന്റെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് TK ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ള CPM-ലെ തലമുതിർന്ന നേതാവ്, പാർട്ടിയുടെ സൈദ്ധാന്തികൻ കൂടിയായ TK ഗോവിന്ദൻ പാർട്ടി വിട്ടു പുറത്തു വന്നതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുവാൻ അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നതും. ഇപ്പോൾ TK ഗോവിന്ദന് വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്ന പിണറായി വിജയനെയും MB ഗോവിന്ദനെയും നഖശിഖാന്തം വാരി ഉടുത്തിരിക്കുന്നു TK ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ത്യ മുന്നണി ഉണ്ടാക്കുകയും ഇന്ത്യ മുന്നണിയോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വർഗവഞ്ചനയല്ലേ എന്നാണ് TK ഗോവിന്ദൻ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എനിക്ക് കോൺഗ്രസ് പാർട്ടി പിന്തുണ നൽകുന്നതിൽ അത് മാത്രം എങ്ങനെയാണ് വർഗവഞ്ചനയാകുന്നത് എന്നാണ് TK ഗോവിന്ദൻ ചോദിച്ചത്. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന ഹർകിഷൻ സുർജിത് സിംഗ് UPA സർക്കാരുമായി നീക്കുപോക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അന്ന് ആർക്കും വർഗവഞ്ചനയെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുമായി നടത്തുന്ന ബാന്ധവത്തെക്കുറിച്ച് പറയുവാൻ ആർക്കും നാവനങ്ങിയില്ല. ഇന്ന് CPM-നകത്ത് വർഗവഞ്ചകൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് MB ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ്. പാർട്ടിയുടെ ഓരോരോ ഘടകങ്ങളിലും തന്റെ പിൻഗാമിയായി ഭാര്യയെ വളർത്തിക്കൊണ്ടുവരികയും 3 പ്രാവശ്യം തുടർച്ചയായി തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ച MB ഗോവിന്ദൻ മാസ്റ്റർ പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയി പോകുമ്പോൾ പാർട്ടിയിലും
പാർട്ടിക്ക് പുറത്തും എം വി ഗോവിന്ദനും എം വി ഗോവിന്ദന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം മൂടിവെക്കുന്നതിന് വേണ്ടി അധികാര സ്ഥാനങ്ങളിൽ തന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം എന്നുള്ള വ്യഗ്രതയോടുകൂടി തന്നെയാണ് പാർട്ടിയുടെ വർഗവഞ്ചകനായ എം വി ഗോവിന്ദൻ മാസ്റ്റർ കുടുംബത്തിൽ നിന്നും ഒരാളെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവന്നത്. പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തം ഭാര്യയെ തളിപ്പറമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരുങ്ങിയത് എന്നാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ തുറന്നടിച്ചത്. എം വി ഗോവിന്ദന് കുട ചൂടിക്കൊണ്ട് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ പറയുന്നിടത്തെല്ലാം തുല്യം ചാർത്തുന്ന പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന എം വി ഗോവിന്ദന് വേണ്ടി ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുവാൻ സമ്മതം മൂളിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സി പി എമ്മിനകത്ത് വർഗവഞ്ചന തന്നെയാണ്. ഇതിൽ പരം മറ്റെന്ത് വഞ്ചനയാണുള്ളത്? അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാർട്ടിയിൽ നിന്നും വർഗബോധം ഇപ്പോൾ തരിമ്പും കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പാർട്ടിയെ ഇവർ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ബൂർഷാ നിലപാടുകളാണ് പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത് ആശാസ്യകരമല്ല. ഇതിനെതിരെയാണ്, ഈ വർഗവഞ്ചനയ്ക്കെതിരെയാണ് താൻ പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോകുന്നതും ഇപ്പോൾ ഈ വർഗവഞ്ചനയ്ക്കെതിരെ സി പി എമ്മിനെതിരെ തന്നെ താൻ മത്സരിക്കുന്നതും എന്ന് തന്നെയാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. തനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസ്സുകാർ വരുന്നുണ്ട്, തീർച്ചയായും അത് താൻ സ്വീകരിക്കുന്നതാണ് എന്ന് കൂടി ടി കെ ഗോവിന്ദൻ പറയുന്നു. പാർലമെന്ററി മോഹം കൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കുന്നത് എന്ന് ഇവർ പറയുമ്പോൾ എവിടെയാണ് പാർലമെന്ററി മോഹം ടി കെ ഗോവിന്ദൻ കാണിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് എന്നുള്ളത് ഇവർ ചൂണ്ടിക്കാണിക്കണം. പാർട്ടിയുടെ വർഗവഞ്ചകരായ ഇവരുടെ നയ വ്യതിയാനങ്ങൾക്കെതിരെയാണ് ടി കെ ഗോവിന്ദൻ പാർട്ടിയിൽ നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് ടി കെ ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും കീറി വലിച്ചു വാരി തറയിലടിച്ചുകൊണ്ട് ടി കെ ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളാണ്. എനിക്ക് UDF പിന്തുണ നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാൻ ശക്തമായ പിന്തുണയാണ് എനിക്ക് ആദ്യം മുതൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് KPCC പ്രസിഡന്റിനെ കാണുക, നോമിനേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് കണ്ടിട്ടുള്ളത്. എന്താണ് ഉറപ്പ് തന്നിരിക്കുന്നത്? കൈപ്പത്തിയിൽ മത്സരിക്കണം എന്നൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. എന്നോട് നേതാക്കന്മാരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് മാഷ നിലപാടുമായിട്ട് മുമ്പോട്ട് പോയിക്കോ, ഞങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ടാവും, UDFൻ്റെ പിന്തുണയുണ്ടാവും. ഇന്നലെ സുധാകരനെ കണ്ടപ്പോഴും ഇപ്പോൾ സണ്ണി വക്കീലിനെ കണ്ടപ്പോഴും ഒക്കെ പറഞ്ഞത് ഞങ്ങളെല്ലാം ശക്തമായ പിന്തുണയുണ്ടാവും, മാഷ നിലപാടുമായി മുമ്പോട്ട് പോകും. പക്ഷേ ഒരു റിബൽ സ്ഥാനാർത്ഥി റെഡിയായി നോമിനേഷൻ കൊടുക്കാൻ ബന്ധു കൂടിയ ഒരാൾ, അതൊക്കെ പാർട്ടി പരിഹരിച്ചു. KPC പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള കരുത്തുണ്ടല്ലോ, അത് പരിഹരിക്കാൻ അതൊക്കെ പരിഹരിച്ചോളൂ. ഇതുവരെ അങ്ങനെ ഒരു വിവരം ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള സംഘടനാ സംവിധാനവും കാര്യവും എല്ലാം KPCCക്കും കോൺഗ്രസിനും ഉണ്ടല്ലോ, അത് അവർ കൈകാര്യം ചെയ്യും. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് മുതൽ തുടങ്ങുന്നത്രേ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രചണ്ഡമായ രീതിയിൽ ഇങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം ഉദ്ദേശിക്കുന്നേ ഇല്ല. കാരണം ഒന്ന്, ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്. ഞാൻ ഉയർത്തുന്ന ആശയത്തിനെതിരെ ജനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാനത് കൊണ്ടുപോയിട്ട് കൊട്ടിക്കൊഴിച്ച് പ്രസംഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അപ്പോൾ ജനങ്ങളുടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ പറയുന്ന അനീതിക്കെതിരായിട്ട് അനീതിയെ ചോദ്യം ചെയ്യണം. അതിനവരെന്നോടൊപ്പം ഉണ്ട്. അതിന് ഞാനിങ്ങനെ വലിയ പ്രചരണം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവരൊക്കെ മനസ്സിലുമുണ്ട്. LDF ക്യാമ്പ് പറയുന്നത് നേരത്തെ തന്നെ ടീച്ചർക്കെതിരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി അവർ സംഘടനാപരമായി ശക്തിപ്പെട്ടു, എതിർപ്പുകൾ കുറഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അതൊക്കെ അവർക്ക് ആശ്വസിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടീച്ചർ മത്സരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് അപ്പോൾ അവരെല്ലാ ശക്തിയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്തിനാണത്? ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ശൈലജ ടീച്ചർ പേരാവൂര മത്സരിക്കുന്നത്. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന ശ്യാമള ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അവിടെ 24 മണിക്കൂറും ഉള്ളത്. പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ജയരാജൻ, P. ജയരാജനും അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ്.
എന്നാൽ അവിടെ കഴിഞ്ഞ എല്ലാ ഇലക്ഷനിലും ചുമതലയെടുത്ത് പ്രവർത്തിച്ച ഞാൻ ഒരാളാണ്. അവിടുത്തെ പാർട്ടിയെ നയിച്ചത് ഞാൻ ഒരാളാണ്. ഇപ്പോഴത്തെ പ്രഗത്ഭ ശക്തികൾ വേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് അവർ ആലോചിക്കട്ടെ. ഇതുവരെ ഇല്ലാതെ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി വന്നു? അന്ന് തീർച്ചയായിട്ടും അങ്ങനെയല്ല കരുതണ്ട. അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തതാണല്ലോ അത്. ഇതുവരെ ഇപ്പോൾ അവിടെ ചുമതല നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചുമതല നിശ്ചയിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവർ 3 പേർക്ക് മുതൽ ടി കെ ഗോവിന്ദൻ മാഷും കൂടെ ചുമതലയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യം അവിടെ ഇല്ല, നിങ്ങൾ 2 പേരുണ്ടല്ലോ. അപ്പോൾ അന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ശ്യാമള ടീച്ചർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ജയരാജന്മാരെ ചുമതലയും കൊടുത്ത് നിശ്ചയിച്ച് വിടുകയാണ് എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇവരെ ജയിപ്പിച്ചെടുക്കുക, അതിനുവേണ്ടി ഉള്ള പ്രചരണം നടത്താമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. താങ്കളെ വർഗവഞ്ചകൻ പാർട്ടി വിശേഷിപ്പിച്ചു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി കൂടി താങ്കൾ വഞ്ചനയാണ് കാണിച്ചത്, വർഗവഞ്ചകൻ എന്ന് മുഖ്യമന്ത്രി കൂടി പറയുകയാണ്. താങ്കൾ ഏറ്റവും അടുത്ത ആളായിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെ വർഗവഞ്ചകനാണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഏഷ്യാനെറ്റ് വഞ്ചന കാണിച്ചു, അത് അവർക്ക് പറയണല്ലോ. പക്ഷെ മുഖ്യമന്ത്രി എന്നെക്കുറിച്ച് വേറെ എന്തെങ്കിലും ദോഷം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കുഞ്ഞികൃഷ്ണനെ പോലെയല്ല, ടി കെ ഗോവിന്ദൻ മാഷ് നേതാവ് തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. പിന്നെ വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത് പറയില്ല. ആ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയും ഒക്കെ പറയണല്ലോ. ആ നിലക്കുള്ള ഒരു വർത്തമാനം മാത്രമേ അതിനെ കണ്ടാവും. തീർച്ചയായിട്ടും അതിന് സംശയമില്ലല്ലോ. പിന്നെ അവരെ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഇതാണ് എന്തോ വല്ലാത്ത കോൺഗ്രസിനോടുള്ള വിരോധം അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെയുള്ള പാർട്ടിയെല്ലാം ആന്തൂരായാലും മലപ്പട്ടായാലും എല്ലാം കോൺഗ്രസ് വിരോധത്തിൽ നിന്ന് വളർന്നു വന്ന പാർട്ടിയാണ്. വിരോധമാണ് അടിസ്ഥാനം. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇത് പറയുന്ന പാർട്ടി നേതാക്കന്മാർ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം ശരിയായി വിലയിരുത്തിക്കൊണ്ടാണോ അത്തരം പ്രചാരവേല നടത്തുന്നത്? കാരണം അങ്ങനെ വർഗവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുമായിട്ട് കൂടിയെന്നാണല്ലോ വർഗവഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിനർത്ഥം. ആദ്യം അത് ആരാ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ പാർട്ടി ആദ്യം ഉണ്ടെങ്കിൽ യു പി എ സമ്പ്രദായം കൊണ്ടുവന്നതിന് നേതൃത്വം കൊടുത്തത് ഹർകിഷൻ സിംഗ് സൂർജിത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മഹാനായ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആ ഭരണം നിയന്ത്രിച്ചത് സൂർജിത്തായിരുന്നു. അപ്പോൾ അന്ന് യു പി എയിൽ CPM ഉണ്ട്. പിന്നീട് ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി ചേർന്നിരിക്കുന്ന സ്ഥാനത്ത് അടുത്ത് പോയിട്ടില്ലേ MA ബേബിയും പോയി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് പിന്നെ വർഗവഞ്ചന? ഇന്ന് 4 MPമാർ ഇന്ന് പാർലമെന്റിലുണ്ട് CPMന്. അതിൽ ഒരു MP മാത്രമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ കോൺഗ്രസിന്റെ എതിർപ്പോടുകൂടി ജയിച്ച ഒരു MP മാത്രമേ ഉള്ളൂ, രാധാകൃഷ്ണൻ. ബാക്കി 3 MPമാരുണ്ടല്ലോ. 2 തമിഴ്നാട്ടിൽ നിന്നാണ്, ഒരാൾ രാജസ്ഥാനിൽ നിന്നാണ്. ഇതെല്ലാം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചവരല്ലേ. പിന്നെ എന്ത് വർഗവഞ്ചന ഞാൻ കാണിച്ചത്? അവരെല്ലാം കോൺഗ്രസോടുകൂടി പിന്തുണയോടുകൂടി ജയിച്ചിട്ട് 3 MPമാർ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്. കോൺഗ്രസ് പിന്തുണയോട് ജയിച്ചിട്ട് 3 MPമാർ പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവരല്ലേ വർഗവഞ്ചകർ? അതുകൊണ്ട് ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ഞാനൊരു വർഗത്തെയും വഞ്ചിച്ചിട്ടില്ല. എൻ്റെ നിലപാട് കൃത്യമാണ്. അത് വർഗത്തെ വഞ്ചിച്ചത് അത് ഗോവിന്ദൻ മാഷാണ്. അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യയെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ബൂത്ത് കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളിൽ മുഴുവൻ എതിർപ്പുണ്ടായിട്ടും തൻ്റെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് അടിച്ചേൽപ്പിച്ചത് എന്ത് നിലപാടാണെന്നുള്ളത് എനിക്കറിയണം. അതാണോ വർഗവഞ്ചന? വർഗത്തെ വഞ്ചിക്കാൻ തൊഴിലാളി വർഗത്തിനെ ജനകീയനായത്വത്തിന് ഈ ടീച്ചർ ജയിച്ചാലേ നടക്കുമെന്നാണോ മാഷ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷെ സാധാരണ അണികളും അപ്പോഴും നിങ്ങളെടുത്തിട്ടുള്ള ഈ നിലപാടിനോട് അങ്ങേറ്റം പ്രതിഷേധമുള്ളവരാണ് എന്ന് നിങ്ങൾ കണ്ടോളണം.